വെൽക്കം ടു വട്ടവട. ഭൂമിന്റെ അടിയിലേക്ക് ഇങ്ങനെ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് പണിത പോലെ. എന്റെ കണ്ണിന് നല്ലൊരു പണി കിട്ടി കേട്ടോ. എന്താ അതിൽ ഒരു കണ്ണ് നല്ല ചുമന്ന് കണ്ടോ. പാനിപൂരി ചെടി നമുക്ക് ഇവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നില്ല കേരളത്തിലുള്ളവർ ഇനി ആരെയിലേക്ക് ഇവിടെ വരാൻ വെച്ചോണ്ടെന്ന്. ലാസ്റ്റുള്ള ആൾക്കാർ നമ്മളായിരിക്കും മിക്കവാറും. ചെറിയ വിത്ത് ഇട്ടിട്ട് അതിന്റെ മുള വന്നേക്കുന്ന കേട്ടോ ഈ കാണുന്ന ഇത് കണ്ടോ. കള്ളി കള്ളിയായിട്ട് തിരിച്ചേക്കാണ് ഇതാണോ. ഇടുക്കി ജില്ലയിലെ മൂന്നാറിന് സമീപം സ്ഥിതി ചെയ്യുന്ന ഒരു കാർഷിക ഗ്രാമമാണ് വട്ടവട. തമിഴ്നാട് അതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന ഈ പ്രദേശം സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം 6500 അടി ഉയരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. മറ്റ് ടൂറിസം മേഖലകളിൽ നിന്നും വട്ടവടയെ വ്യത്യസ്തമാക്കുന്നത് തണുത്ത കാലാവസ്ഥയും തട്ടുതട്ടുകളായിട്ടുള്ള കൃഷിഭൂമിയുമാണ്. യാത്രയെ മനോഹരമാക്കുവാൻ വേണ്ടി വീഡിയോയുടെ അവസാനത്തിൽ ഒരു അതിഥി കൂടെ അപ്രതീക്ഷിതമായി കടന്നു വരുന്നുണ്ട്. വട്ടവടയിലെ കാഴ്ചകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പുതിയ അതിഥികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കുടിക്കോ. വീഡിയോ ആസ്വദിച്ചേരുന്നുണ്ട്. അതിലേ വന്നോ ഇവിടെ റെഡി 1 2 3 സ്റ്റാർട്ട്. നടക്കുക. Hi, how are you? Hi. ഹലോ. അപ്പൊ പോയി എവിടെ പോയി? ബാബ പോയി. ഈ ബ്ലോക്കാണ് ഇങ്ങനെ കൂടാ. ഗൈസ് ഇവിടെ നല്ല അടിപൊളി ബ്ലോക്ക് കിട്ടിയിട്ടുണ്ട്. കാര്യം എന്താ വെച്ചാല് ആ കാണുന്ന ഭാഗം ഉണ്ടല്ലോ, അവിടെ മിറ്റില് വണ്ടി ഇട്ടിട്ടുണ്ട്. ആ മിറ്റില് ഇട്ടുകൊണ്ട് ഒരു വണ്ടിക്ക് പോകാനുള്ള ഗ്യാപ്പേ ഉള്ളൂ. അതായത് വൺ വേ പോലെ വേണം പോവാന്. ഇവിടുത്തെ ഈ തിരക്കും വെച്ച് വൺ വേയിൽ പോകുന്ന അവസ്ഥ എന്നാലോചിച്ചേക്ക്. പടച്ചോൻ അറിയിന് പോകാൻ പറ്റൂല. ഈ കിടക്കുന്ന വണ്ടി മൊത്തം അങ്ങോട്ട് പോകാനുള്ള വണ്ടി കേട്ടോ. നമ്മുടെ വണ്ടി അതിന്റെ പുറകിൽ കിടക്കാണ്. ഞാൻ പുറത്തിറങ്ങി വന്നിട്ടാണ് ബ്ലോഗ് എടുക്കുന്നത് കേട്ടോ. ഈ ബ്ലോക്ക് മാറിയിട്ട് വേണം നമുക്കിനി മുമ്പോട്ട് പോകാൻ. ബ്ലോക്ക് കാരണം ഇവിടുന്ന് വണ്ടി തിരിച്ചു പോവാ കേട്ടോ. ഇതുണ്ടോ, കുറച്ചുപേര് വണ്ടി റിവേഴ്സ് എടുക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ റിവേഴ്സ് എടുത്ത് അപ്പുറത്തെ വണ്ടി ഇങ്ങോട്ട് വന്നിട്ട് അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ടുള്ള പ്ലാനിങ് ആയിരിക്കും. അത് തന്നെ കേട്ടോ, എല്ലാരും വണ്ടി റിവേഴ്സ് എടുക്കുന്നുണ്ട്. ഗൈസ് അങ്ങനെ നമ്മുടെ ബ്ലോക്ക് കുറേശ്ശെ കുറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ നേരെ മുമ്പിലേക്ക് പോകാട്ടോ. ഇതുണ്ടോ, ഈ കൊണ്ടിട്ടേക്കുന്ന മിറ്റില് കാരണമുണ്ട് ഇത്ര നേരം ബ്ലോക്ക് ആയത്. അതും വൺ സൈഡ് പാർട്ടിക്കാരനൊക്കെ കേട്ടോ. പൊടിയൊന്നും മരിക്കുന്ന കുറച്ച് സുഹൃത്തുക്കളെ നമുക്ക് കാണാം. ആ പോലീസൊക്കെ ഉണ്ടല്ലോ. കുഞ്ഞു പോണോ ആയിരിക്കും. ഇത്രയും മണലിവിടെ, പക്ഷെ മണലല്ല കേട്ടോ, ഇതെന്തോ മെറ്റിലും ഉണ്ട്, ചെളി പോലത്തെ എന്തോ ഒരു സാധനം ഉണ്ട്, എംസാന്റെ. അപ്പൊ ഇതെല്ലാം കൂടെ കൊണ്ടിട്ട് വിളിച്ചിട്ട് വൺ വേ പോകുന്ന പോലെ പോകത്തുള്ളൂ കേട്ടോ. വെട്ടമില്ല കേട്ടോ. പൊട്ടി തിന്ന് മരിക്കും. ജില്ലാ കളക്ടർ വരെ
ഇവിടെ മൂന്നാർ സന്ദർശിക്കാൻ വന്നിട്ടുണ്ട്. അതിന് വേറെ എന്തെങ്കിലും ആണോന്ന് അറിയത്തില്ല. പുറത്ത് നല്ല അടിപൊളി ഫോഗ് കാണിച്ചു തരാവേ. ആണോ ഓടിയെന്ന് മരിക്കുന്ന മന്തുണി ഗൈസ് കണ്ടല്ലോ, ഇത്ര അടിപൊളിയായിട്ട്. ഇവിടെ വെട്ടമൊന്നും ഇല്ല. ഇതിനകത്ത് വെട്ടം കുറവാണ്. കുമ്പിട് മഞ്ഞ ഉണ്ടോ? മഞ്ഞ ഉണ്ടോ? ഇടിയും കൂടെ തരും വരല്ലേ. മഞ്ഞ ഉണ്ടോ? ഇതിലാണ് നമ്മുടെ എക്കോ പോയിന്റിലേക്ക് പോകുന്നത് കേട്ടോ. എക്കോ പോയിന്റ് നമ്മുടെ ഗ്യാനവറിൽ അതിർത്തി. ഞങ്ങൾ അങ്ങോട്ട് പോകുന്നില്ല, ഞങ്ങൾ നേരെ വട്ടവടക്ക് പോകാനുള്ള പ്ലാനിങ്ങാണ്. നല്ല തിരക്കുണ്ട് ഗൈസ്. അങ്ങോട്ടൊക്കെ വരുന്നവർ തിരക്ക് പ്രതീക്ഷ വന്നാൽ മതി കേട്ടോ. ബൈക്കിൽ വരുന്നതായിരിക്കും ഏറ്റവും അടിപൊളി. ഇല്ലെങ്കിൽ ഇതുപോലെ കിടക്കേണ്ടി വരും. മറ്റാകുമ്പോൾ നമുക്ക് കുത്തിത്തിരികെ കയറി പോവാം. എല്ലാം അങ്ങോട്ടാണല്ലോ കൊണ്ടുവരാം. ബോർഡ് കണ്ടല്ലോ, വെൽക്കം ടു വട്ടവട. പേടിയാന്ന് പറഞ്ഞിട്ട് ബോർഡിലേക്ക് വരും. അത് ലൈറ്റ് നിന്ന് കാട്ടിലോട്ട് എന്തെങ്കിലും ഉണ്ടോ? ഇവിടെയാണ് എല്ലാം ഉള്ളത്. കാട്ടിലോട്ട് വേറെ കാണിച്ചെടുക്കാൻ ഒന്നിനെ കാണാനില്ലല്ലേ. ഇപ്പൊ വിളിച്ചില്ലേ പിന്നെ തിരിച്ചു. ഈ അതാണ് സംഭവം. ഇതെന്തെങ്കിലും ഉണ്ടോ അവിടെ? പറഞ്ഞിട്ട് മാത്രം അതല്ലേ. ഇതെന്തോ ഒന്നുമില്ല ഇവിടെ. കുഴപ്പമില്ല, അവൻ തിരിച്ചു ഇവിടെ ഞാൻ കരിന്തരങ്ങനെ കണ്ടു. പിന്നെ അവിടെ കാട്ടുപോത്തിരി, അതായത് നമ്മുടെ പാമ്പ് വലിക്കാത്ത കാട്ടുപോത്ത്, ആ സാഹചര്യം. പിന്നെ എനിക്കൊന്നും ഉമ്മാരിക്കെല്ലാം വെടിവെച്ച് നിന്നോ. ഈ പോയാലേ ഞങ്ങൾക്ക് അടിപൊളിയായിട്ട് വീടിരുന്നു. ഇവിടെ കരിമ്പുലി വരെ ഉണ്ട്. എടുപ്പിക്കില്ല വിളിച്ചത്. അടുത്ത അല്ലൂടാൻ പോണ്. അതൊക്കെ ഗൈസ്, ഞങ്ങളിപ്പോ നിൽക്കുന്ന സ്ഥലം വട്ടവട. കേരളത്തിലെ എല്ലാവർക്കും ഏറ്റവും പ്രിയപ്പെട്ട ഒരു സ്ഥലമാണ്. അപ്പൊ നമ്മളിവിടെ വന്ന സമയം നല്ല അടിപൊളി കാര്യം എന്താ വെച്ചാല് ഇവിടെ സ്ട്രോബെറി ആയി വരുന്നതിന്റെ കാഴ്ചകൾ നമുക്ക് കാണാൻ പറ്റും. അതുപോലെ ആ സ്ട്രോബെറി കൊയ്തെടുക്കുമല്ലോ, ആ ഒരു സീസണും രണ്ടും കൂടെ ഉള്ള സീസൺ നമ്മൾ വന്നത്. അതുകൊണ്ട് കുറച്ച് കഴിഞ്ഞ് ഞങ്ങൾ താഴത്തേക്ക് പോകും. ഇവിടെ നിന്ന് ഞങ്ങൾ വട്ടവടയുടെ സീൻ ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ വേറെ കാര്യമുണ്ട്, നല്ല ചൂടുണ്ട് കേട്ടാ. തണുപ്പുണ്ട്, മഞ്ഞ് കുറവാണ്, ചെറിയൊരു തണുപ്പ് മാത്രമേ ഉള്ളൂ. ചൂടുണ്ട് അതിന്റെ കൂടെ തന്നെ. അടിപൊളിയാട്ടോ. പക്ഷെ ഇവിടെ വരുന്നവര് ഇപ്പൊ വന്നു കഴിഞ്ഞാല് മഞ്ഞ് കാണാന്ന് വെച്ച് പ്രതീക്ഷ വന്നേന്ന്. പക്ഷെ മഞ്ഞും കിഞ്ഞൊന്നും കാണാൻ പറ്റില്ല അധികം. എന്നാലും നമുക്ക് സീനറി മൊത്തം അടിപൊളിയായിട്ട് കാണാൻ പറ്റിട്ടോ. മഞ്ഞില്ലെങ്കിലും ഇത്രയും അടിപൊളിയായിട്ട് സീനറി ഞാൻ കാണിച്ചു തരാം. വട്ടവട എന്ന സ്ഥലം തന്നെ അടിപൊളിയാണ്. വട്ടവട കാണാൻ വന്നതാ പൊന്നി? സ്ട്രോബെറി കാണാൻ വന്നതാ? ഇവിടില്ല. സ്ട്രോബെറി ഉണ്ടോ അവിടെ? അവിടെ കണ്ടോ കവറില്ലേ?
സ്ട്രോബെറി ആണ് തിന്നാ ഞമ്മക്ക്. ഇവിടെ വരാത്തവരുണ്ടെങ്കിൽ ഉറപ്പായിട്ട് പറഞ്ഞു. എനിക്ക് തോന്നുന്നില്ല കേരളത്തിലുള്ളവർ ഇനി ആരെയിലേക്ക് ഇവിടെ വരാൻ മിച്ചമുണ്ടെന്ന്. ലാസ്റ്റുള്ള ആൾക്കാർ നമ്മളായിരിക്കും മിക്കവാറും. അടിപൊളി സ്പോട്ടാട്ടോ, വട്ടവട. വട്ടവട ഇഷ്ടപ്പെട്ടോ? അടിപൊളി. നമുക്ക് ഇനി അവിടെ പോയിട്ട് അവിടുത്തെ സാധനങ്ങളല്ലേ ഞങ്ങൾ ഇനി ഒന്ന് പോയി കാണണം. ക്യാരറ്റ്, സ്ട്രോബെറി, കുറെ കൃഷികളല്ലേ നമുക്ക് ഞങ്ങൾ അവിടെ പോയിട്ട് കറങ്ങി അവിടുത്തെ എല്ലാം തരാണ്ടെങ്കിൽ വാങ്ങി തിന്നു. Ready, 2, 1, ആക്ഷൻ. action. എന്ത് ചാടാൻ നമുക്ക് കഴിയണെങ്കിൽ അപ്പൊ ചാടിട്ടുണ്ടോ? നമുക്ക് അങ്ങനെ ഇറങ്ങി പോവാ. എങ്ങനെ ഇറങ്ങിപ്പോയി? പിന്നെ താഴത്തേക്ക് റോഡൊന്നും പറഞ്ഞില്ലേ? അങ്ങനെ ഇറങ്ങി പോയാലോ നമുക്ക്? ഓക്കെ. ഞങ്ങൾ മുകളിൽ വണ്ടി നിർത്തിയിട്ട് ഞങ്ങളെല്ലാരും കൂടെ നടന്നു പോകട്ടെ താഴത്തേക്ക്. നമ്മുടെ സ്ട്രോബെറി തോട്ടവും അതുപോലെ ഇവിടുത്തെ ചെറിയ ചെറിയ കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾ താഴത്തേക്ക് പോകാം. ഞാൻ ഗുഡ് ഇട്ടേക്കുന്ന വേറൊന്നുമല്ല, സൂര്യൻ കണ്ണിലേക്ക് അടിക്കുന്നുണ്ട്. നമ്മുടെ ചെറുപ്പത്തിലൊക്കെ നമ്മൾ ഈ വെള്ളമാറ്റ തോട്ടിലൊക്കെ പോകുന്ന സമയത്ത് ഇതുപോലെ കമ്പ് പറക്കി വെച്ചിട്ട്, ഇതൊരു വഴിയാണ്, അവരുടെ വീട്ടിലോട്ട് പോകാനുള്ള വഴിയാണ് റോട്ടിൽ നിന്ന് കണ്ടോ. ഇവിടെ ഇപ്പോഴും വലിയ രീതിയിൽ വികസനം വന്നിട്ടില്ല എന്നുള്ളതിൻ്റെ തെളിവാണ്. ഇത്രയും വലിയ ടൂറിസം, അതായത് നമ്മളൊരു ഇപ്പം ഞങ്ങൾ ഇന്ന് ഫുഡ് കഴിച്ച ഒരു കടയിൽ കയറി ഭക്ഷണം കഴിച്ച ഒരു ബിരിയാണിക്ക് ഇവിടെ ഫുള്ളിന് 200 രൂപയാണ് പറഞ്ഞത്, അതും ചെറിയ കടയിൽ. അത്യാവശ്യം റിച്ച് ആയിട്ടുള്ള ഹോട്ടലിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് എക്സ്പെൻസീവ് ആവുമല്ലോ. പക്ഷെ ഇവിടെ ഏറ്റവും ചെറിയ ഹോട്ടലിൽ കയറിയിട്ട് പോലും ഇതാണ് അവസ്ഥ. എന്നിട്ടും ഇവിടെയുള്ള വികസനം എന്ന് പറയുന്നത് ഇവിടെയുള്ള ആൾക്കാർ എങ്ങനെ ഉണ്ടാക്കുന്നത് എനിക്കറിയത്തില്ല, ഇവരെവിടെ ചിലവഴിക്കുന്നതെന്ന് അറിയത്തില്ല കേട്ടോ. പക്ഷെ വേറൊരു കാര്യം വെച്ചാൽ എനിക്കിഷ്ടപ്പെട്ട ഇപ്പോഴും ഇവിടെ പഴമയുടെ ഒരു കൾച്ചർ ഉണ്ടല്ലോ, ആ ഒരു കൾച്ചർ ഇവിടെ കുറേ അധികം ഉണ്ട് നമുക്ക് കാണുമ്പോൾ. മീനാണ് അമ്മമാര് പറഞ്ഞത് പാലത്തിക്കറ കയറി അങ്ങോട്ട് പോവാം. അതിൽ കൂടെ തന്നെ ഡെയിലി 100 പേര് നടക്കുന്ന സ്റ്റെപ്പാണ് കേട്ടോ. നമ്മുടെ അവിടെ ഇവിടുത്തെ വെള്ളമാട്ടോ ഇത്. ഇവിടെ വന്ന ടൂറിസ്റ്റുകൾ മൊത്തം ഇട്ട കുപ്പിയും ചവറിൻ്റെ വേസ്റ്റാണ് ഇവിടെ ഈ ഒഴുകുന്നതിനകത്ത് മൊത്തം ഉള്ളത് കണ്ടോ. പഴയൊരു പാലം, ഈ പാലത്തിൽ കൂടെ എത്ര പേര് നടന്നു പോയിട്ടുണ്ടാവും അല്ലേ. നല്ലൊരു മരമുണ്ട് കേട്ടോ, നിന്ന് മരം എന്നറിയില്ല. ഇതൊക്കെ ഇവിടെ വീട്ടിൽ എട്ടുകാലി പിടിക്കുന്ന പോലെ നമ്മളങ്ങനെ നമ്മുടെ സ്ട്രോബെറി തോട്ടത്തിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അതുണ്ടോ ഇവിടെയുണ്ട്. ഞാൻ പറിക്കരുത് തൊടരുത് ഒക്കെ എനിക്കെന്താ അർത്ഥം എല്ലാം പറിച്ചെടുക്കാതെ തേനിച്ചിരിക്കുന്നുണ്ടോ. ഒരു സൈഡിൽ നിറച്ച് പൂക്കള്, ഒരു സൈഡിൽ സ്ട്രോബെറി ഉണ്ടോ. നോക്കി സ്ട്രോബെറിയുടെ പൂവുണ്ടോ, ചെറിയ ചെറിയ സ്ട്രോബെറി ആയിട്ട് ആവുന്നതേ ഉള്ളൂ. തുടക്കം നോക്കും വൈകുന്നേരം പൊളിച്ചെടുക്കാം. ഞാൻ ഇത് പച്ചയാണ്. ഒരു വലക്കകത്ത് സെറ്റ് ചെയ്ത് വെച്ചേക്കാണ്, അത് ആരും കൈയിട്ടെടുക്കാതിരിക്കാൻ. ഇതിൻ്റെ ഒരു തട്ട് കണ്ടോ, ഇതൊരു മുകൾ ഭാഗത്തായിട്ടാണ് ഈ തട്ട് ഇവർ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. നേരെ തൊട്ട് താഴെ തന്നെ താഴത്തായിട്ട് കണ്ടോ പ്ലാസ്റ്റിക് കവറൊക്കെ ഇട്ട് നല്ല ഭംഗിയിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിനകത്ത് കേൾക്കുന്ന പാട്ടുണ്ടല്ലോ, അത് ഇവിടുത്തെ അമ്പലത്തിലെ പാട്ടാണ് കേട്ടോ. കോപ്പിറൈറ്റ് കിട്ടത്തില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. കുറേ പൂക്കളൊക്കെ വെച്ചിട്ടുണ്ട്, നല്ല ഭംഗിക്കുന്നുണ്ടോ. റസാപ്പൂ ഇത് പുളിയാണ്. അതുണ്ടോ
ചുവപ്പ് പൂവിക്ക് സ്ട്രോബെറി പോലിരിക്കുന്ന പൂവ് അടിപൊളിയാട്ടോ ഗൈസ്. ആ ഒരു വ്യൂ ഉണ്ടോ? എനിക്ക് അവിടെ നോക്കാൻ പോലും പറ്റത്തില്ല, കാര്യം സൂര്യൻ ഇങ്ങനെ അടിച്ചിരിക്കുകയാണ്. വേണ്ടോ? ആ വലിയ റോസാപ്പൂ ഉണ്ടോ? ഇതതിൻ്റെ തുടക്കത്തെ കൃഷി. ആദ്യം ഇട്ടിട്ട് അതിൻ്റെ പുല്ല് വന്നത് ചെറിയ വിത്ത് ഇട്ടിട്ട് അതിൻ്റെ മുള വന്നേക്കുന്ന കേട്ടോ. ഈ കാണുന്ന ഇത് കണ്ടോ? വേണ്ടോ? ഇതിങ്ങനെ ഓരോ കള്ളിയായിട്ട് തിരിച്ചേക്കാണ്. കണ്ടോ? അങ്ങ് വരെ ഉണ്ട്. ഇതിന് കുറച്ച് കഴിയുമ്പോൾ വലുതായിട്ട് നമ്മളിപ്പോൾ മുമ്പേ കണ്ടില്ലേ ആ ഒരു സ്റ്റേജിലോട്ട് വരും. അതിന് ശേഷം ഇവരിത് പറിച്ച് തിന്നും. അതുപോലെ പറിച്ച് തിന്നാൻ വേണ്ടി കൊടുക്കുകയും ചെയ്യും. ഗൈസ് ഇത് നോക്കിയേ, ക്യാബേജ്. ആ ക്യാബേജിൻ്റെ കുണ്ടൂരിനെ പോലെ. എൻ്റെ കണ്ണിന് നല്ലൊരു പണി കിട്ടി കേട്ടോ. എന്താ അതിൽ ഒരു കണ്ണ് നല്ല ചുമന്ന് കണ്ടോ, ഒരു കണ്ണ് കുഴപ്പമൊന്നുമില്ല. ഈ കണ്ണിൽ കൺപീള ഇങ്ങനെ ഒരു 5 മിനിറ്റിനുള്ളിൽ നിറഞ്ഞു വരും ഒരു സൈഡിൽ. എന്താ പറ്റിയെന്ന് അറിയത്തില്ല കേട്ടോ. ഇതെന്തത്? ഇതെന്ത് സാധനം അക്ക? ഇത് തന്നെ സുമാർ ചെടി. ഇതൊക്കെ പേര് വല്ല ഉണ്ട് ഇനി? പാനിപ്പൂരി. പാനിപ്പൂരി ചെടി നമുക്ക് ഇവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട്. അതുണ്ടോ? മുകളിലോട്ട് അതിന്റെ വിത്ത് കഴിക്കാൻ. ഇതിന്റെ ചെറുതാണ് നമ്മളവിടെ കണ്ടത്, മറ്റേ കുഞ്ഞത്. ആ എന്താ വെച്ചാല് നമുക്ക് സ്ട്രോബെറി തരാനില്ല, സ്ട്രോബെറിക്ക് വരാൻ ജാം വരാണ്. അപ്പോൾ ഞങ്ങളെല്ലാവരും പറഞ്ഞ് വേണ്ടാന്ന്. പക്ഷെ അക്ക ഉണ്ടല്ലോ ഒരു തുള്ളി ജാം എനിക്ക് വന്നിട്ടുണ്ട്. നമ്മൾ കടയിലെ ജാമും ഈ കഴിക്കുന്ന ജാമും ഏറെക്കുറെ ഒരേ ടേസ്റ്റ് തന്നെ എനിക്ക് തോന്നുന്നത്. ഇതുണ്ടോ? ഞങ്ങളുടെ കൂട്ടത്തിലെ കുഞ്ഞിക്കുട്ടിക്കും കൊടുത്ത് ഞങ്ങൾക്ക് തന്നിട്ടോ. അടിപൊളിയാണ്. ചേച്ചി സൂപ്പറാണ്. ചേച്ചി പറഞ്ഞാൽ വാങ്ങിക്കാൻ, അല്ലെങ്കിൽ കുറച്ച് നേരത്തെ പറയുന്നത് ഞാൻ വെള്ളം നനയ്ക്കാൻ പോയായിരുന്നു പാവം. നിങ്ങൾ സ്ട്രോബെറി ആയിട്ട് കിട്ടുവാണെങ്കിൽ വാങ്ങിക്കാന്ന് വെച്ചില്ല, പക്ഷെ അതിവിടെ കിട്ടൂല എന്ന് പറഞ്ഞു. ഇവിടെ കുടിവെള്ളം ഉണ്ടല്ലോ, കുടിവെള്ളം ഇങ്ങനെ പൈപ്പിൽ കൂടെ മറ്റേ നമ്മൾ ഓറവേൽ പൈപ്പ് ഇടുമല്ലോ, എന്നിട്ട് അതുവഴിയാണ് ഇവരുടെ വീട്ടിലേക്കും അതുപോലെ ഇവരുടെ ഫാമിലേക്കൊക്കെ ഒരു വെള്ളം എടുക്കുന്നത് കേട്ടോ. ഗൈസ് ഞങ്ങളൊരു ബോർഡ് കണ്ട് പകച്ചിരിക്കുന്നുണ്ട്. കാര്യം വെച്ചാൽ ഞങ്ങളുടെ കൂടെ 2 കുട്ടിപ്പട്ടാളുണ്ട്. ബോർഡ് ഞാൻ കാണിച്ചു തരാം കേട്ടോ. പൂക്കൾ പറിക്കാൻ പാടില്ല. ഓക്കെ, കേട്ടില്ല? പൂക്കൾ പറിക്കാൻ പാടില്ല എന്നാണ് എഴുതിയത്. രാജുമാനോട് പറയും. അവൻ ആദ്യം പറിക്കും എന്നിട്ട് ചോദിക്കും. അപ്പോൾ ഓക്കെ ബൈ. ഞാനിപ്പോൾ നടന്നു വന്ന വഴിയുണ്ടോ, പൂത്തോട്ടത്തിനകത്ത് കൂടെയാണ് ഞാൻ നടന്നു വന്നത്. അതിന് കറക്കാം കൈ ഉണ്ടോ? ചുവപ്പ് ഇല കേട്ടോ. ഇതെന്ത് ചെടിയാന്നറിയോ? എന്ത് ചെടിയാന്നറിയോ? ചെടിയുടെ പേരറിയത്തില്ല ഗൈസ്. നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. ഇത് ഇപ്പുറത്ത് ഇതൊക്കെ സൂര്യകാന്തിയുടെ കുഞ്ഞാവ. ചെറിയ സൂര്യകാന്തി കേട്ടോ. ഒരു വൈബുണ്ടോ? ഇവിടെ കുറെ പൂക്കളുണ്ട്. അതുകൊണ്ടെങ്കിൽ ഇവിടെ വെറൈറ്റി ഒരു സാധനം. ഇത് പൂക്കളുടെ കളക്ഷൻ ആട്ടോ. ഫോട്ടോ വീഡിയോ തന്നെ അങ്ങോട്ട് എടുക്കണേ. ഇനി ഫോട്ടോ അവരെല്ലാവരും അതിൻ്റെ മണ്ടയിൽ കയറിട്ടാ. കാര്യം എന്താ വെച്ചാൽ കുട്ടിപ്പട്ടാളത്തിനെ കൊണ്ട് ഇങ്ങോട്ട് ഇറങ്ങി കഴിഞ്ഞാൽ പൂവെല്ലാം കൂടെ തീർക്കും. ഇറങ്ങിപ്പോകുന്ന വഴി നോക്കി. പൂക്കൾ പറിക്കാൻ പാടില്ല എന്നാൽ കണ്ട് ആസ്വദിച്ചോളൂ എന്നാണ് പറയുന്നത്. അതാണ് സൂപ്പർ അല്ലേ? ഇങ്ങനെ പറിക്കാൻ തോന്നുന്നു, പക്ഷെ അന്യരുടെ മുതൽ മോഹിക്കരുതെന്നല്ലേ. എന്നിട്ടല്ലേ നീ ചായക്കടന്ന് പൂ അടിച്ചു നോക്കിയേ? അതങ്ങനൊന്നുമില്ല. ഇവിടെ കുറേ അധികം പൂക്കളുണ്ട് കേട്ടോ. അതൊക്കെ നല്ല വെള്ള കളർ പൂക്കള്. സ്ട്രോബെറി ആട്ടോ അത്. എന്തൊക്കെ ഒരു അടിപൊളി ഒരു പൂടാൻ കാണിച്ചു തരാം കേട്ടോ. ഇതുണ്ടോ?
ഇത് ഭംഗിയല്ലേ കാണാന്. അതിന്റെ ഒരു മുട്ട ഉണ്ട്, മുട്ട വിരിയാൻ വേണ്ടി വരുന്നുണ്ടോ? ആ മോനെ ഉണ്ടോ, സൂപ്പർ അല്ലേ, അടിപൊളി. ഇവിടെ എല്ലാം എഴുതി വെച്ചേക്കുന്നുണ്ടോ, ഡോട്ട് ഗോയിങ് സൈഡ് ഡോട്ട് പിക്ക് ഉണ്ടല്ലോ. അതാണ് ഇവിടുത്തെ നിയമം. കണ്ട ആസ്വദിക്കുക, ആരും പറിക്കില്ല. കാര്യം ഇതായിട്ടില്ല പോലെ അവരുടെ ജീവിതമാർഗമാണ്. അതാണ് അങ്ങനെ ചെയ്യാൻ വരിക. പണ്ട് ഞങ്ങളിപ്പോ ഒരു സ്വർഗത്തിലെ ഒരു പൂന്തോട്ടത്തിലാണ്. ഒരു അടിത്തട്ടില്, ഭൂമിന്റെ അടിത്തട്ടില് നിക്കണ പോലെ ഇരിപ്പുണ്ട് അല്ലേ. ഇങ്ങോട്ട് ഞങ്ങൾ വന്ന വഴി കാണിച്ചു കൊടുക്ക്. ഇതിലാണ് ഞങ്ങൾ വന്നത്, ഈ കൊച്ചു വഴി കൂടെ. നോക്കിയ ഒരു മേലെ ഭൂമിന്റെ അടിയിലേക്ക് ഇങ്ങനെ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് പണിത പോലെ ഒരു എത്ര ഉയരത്തിലാണ് നോക്കിക്കൊന്നു. അവിടെ നോക്കുമ്പോ അവിടെ മലകൾ മാത്രല്ല, അവിടെ ഇങ്ങനെ ഫുള്ളായിട്ട് ഇങ്ങനെ തട്ടായിട്ട് കൃഷിയില്ലേ. ഇത് രസം. നമുക്ക് അവിടെ പോയാലും ഇവിടെ ഒരു ശകല സ്ഥലം ഉണ്ടെങ്കിൽ പോലും അവിടെ എല്ലായിടത്തും കൃഷി ചെയ്യും. അതാണ് ഇവിടെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. ഞങ്ങൾ അങ്ങനെ തിരിച്ചിവിടുന്ന് അടുത്തൊരു ഭാഗത്തേക്ക് പോവാട്ടോ. ഇവിടുത്തെ പൂക്കളാണ് നല്ല രസമുണ്ട്. ഇതുണ്ടോ, ഈ പൂ ഞാൻ കാണിച്ചു തരണം, എന്നാലും ഇടയ്ക്കിടയ്ക്ക് കാണിക്കാൻ തോന്നുന്നുണ്ട്, നല്ല ഭംഗിയുള്ളതുണ്ട്. ഇതുപോലെ ആർക്കെങ്കിലും കിട്ടിയിട്ടുണ്ട് ഇതുപോലത്തെ ഒരു സാധനത്തിന്. വട്ടവടയില് നമ്മുടെ ഈ എന്താ പറയില്ല, ഇതിനെന്താ പറയല്, ഹണി മ്യൂസിയം. ഗൈസ്, ഹണി മ്യൂസിയം എന്നും പറഞ്ഞിട്ട് ഒരു സംഭവം ഇവിടെ ഉണ്ട് കേട്ടോ. അവള് മുകളിൽ ചോദിച്ചപ്പം അവിടെയുള്ള വണ്ടിക്കാരുണ്ടല്ലോ, അവര് പറഞ്ഞതെന്ന് വെച്ചാല് തേനിനെ കുറിച്ച് അരമണിക്കൂർ ഒരു ക്ലാസ്സും കാര്യങ്ങളൊക്കെ നമുക്ക് തരും. ആ ഒരു സംഭവമാണ് ഇതേ കാണുന്നത് കേട്ടോ. ഇതുണ്ടോ, ഈ ഒരു കോമ്പൗണ്ടിന്റെ അകത്ത് ഒരു ഹണി ഇരിക്കുന്നുണ്ടോ, ആ ഒരു ഇതിനകത്താണ് ഇതിന്റെ സംഭവം കാര്യങ്ങളൊക്കെ. ഒരു സൈഡിൽ ഇതിന്റെ വെജിറ്റബിൾ സ്റ്റോറും, ഒരു സൈഡില് ചെറിയ കോഫി ഷോപ്പ്, പിന്നെ ജ്യൂസിന്റെ സ്റ്റാള്. എല്ലായിടത്തും കച്ചവടമാണ്. ഐ ലവ് വട്ടവടയുടെ മെയിൻ ബോർഡാണ് ഈ കാണുന്നത്. നമ്മുടെ ഫോട്ടോ എടുക്കാൻ കയറുന്നില്ലേ? കിട്ടുന്നുണ്ട്. ഹലോ വട്ടവട. കഴുകാൻ വേണ്ടി കൊണ്ടുപോയാ എന്നെ ഇവിടെ പണിക്കെടുത്തിരിക്കുന്നു. അതെപ്പോ ഞാൻ അതുപോലെ അറിയില്ല. ഞാനിവിടെ ക്യാറ്റ് കച്ചവടം ചെയ്യാൻ പോയി. ചേച്ചി എത്ര രണ്ടും കൂടെ? 2 കിലോ കാണാം. 100. അപ്പൊ 1 കിലോ 100 ഉള്ളു. 1 കിലോ 50. ഇത് 2 കിലോ കാണാമോ? 2 കിലോ 100 രൂപ. ഇപ്പൊ പറഞ്ഞു പടക്കണ മീൻ. മീൻ കച്ചവടം നല്ല തണുപ്പുണ്ട് കേട്ടോ. ചേച്ചി പറഞ്ഞ എന്താ വെച്ചാല് ഇവിടുന്ന് ഇപ്പൊ പറിച്ചോണ്ടുള്ള തണുപ്പാന്ന് പറഞ്ഞത്. ഇവിടുന്ന് ഫ്രീസർ വെച്ചിട്ടുണ്ട്. നല്ല തണുപ്പുണ്ട്. ഇവിടുത്തെ വെള്ളം നല്ല തണുപ്പുള്ള വെള്ളമാണ്. സൂപ്പറായിട്ടോ. തണുപ്പുണ്ട്. ആണോ ഇങ്ങനോ? കൊള്ളാവോ? ഇത് കൊള്ളാവോ? ക്യാരറ്റ് മധുരണ്ടോ? ഞങ്ങൾക്ക് തൊട്ട് നല്ല തണുപ്പുള്ള വെള്ളം. ഇതിൽ പിടിച്ച ഫ്രഷ് ഇങ്ങനെ കാണിക്കൂടി വരുന്ന വെള്ളം കുടിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് നല്ല ഞാനും പിടിക്കുന്നുണ്ടോ? തിരിച്ചുപിടിക്കും. ഈ തിരിച്ചുപിടിക്കും. ഗൈസ്, വട്ടവടയുടെ ക്യാരറ്റ് ഒരു രക്ഷയില്ലാട്ടോ.
ഞാൻ ചോദിച്ചൊക്കെ തിന്നു സൂപ്പർ കേട്ടോ, നല്ല മധുരമുണ്ട്, ഒരു ഫ്രഷ്നെസ്സിൻ്റെ അടിപൊളി ഫീലിംഗ് ഉണ്ട് കേട്ടോ. ഇവിടെ വന്നു കഴിഞ്ഞാൽ എല്ലാവരും മസ്റ്റ് ട്രൈ ചെയ്യുക. വാങ്ങിക്കാം. നിങ്ങളെന്തായാലും വാങ്ങിച്ചു. ചേച്ചിയായിട്ട് കുറച്ച് നേരം കമ്പനി അടിച്ചു, അതുകൊണ്ട് ചേച്ചി പറഞ്ഞ് വീഡിയോയും കാര്യങ്ങളൊക്കെ എടുത്തോളാൻ പറഞ്ഞു കേട്ടോ. സൂപ്പറാണ്. നമ്മളങ്ങനെ നടത്തോണ്ട് അങ്ങോട്ടെ അങ്ങോട്ട് തിരിച്ചോ, ഇതന്നെ ഉള്ളത്. അപ്പൊ ഗൈസ് നമ്മള് ഇതാ വട്ടവട, വട്ടത്തിലുള്ള വട, അതാണ് വട, തുളയില്ലാത്ത വട, വട്ടവട ഗൈസ്. അപ്പോൾ നമ്മൾ തിരിച്ച് വണ്ടി എടുത്തിട്ട് പോവാണ് കേട്ടോ. ഞങ്ങൾ വണ്ടി മുകളിലിട്ടിട്ട് നടന്നാണ് താഴത്തേക്ക് വന്ന് ഇവിടെയുള്ള കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടി വന്നത്. കിട്ടുമോ നോക്കട്ടെ. ഗൈസ്, ഈ ഇരിക്കുന്ന വണ്ടിയൊക്കെ ഇവിടെ എന്താ പറയല്, കേടായിട്ടിരിക്കുന്നതാണോ അതോ വേറെ എന്തെങ്കിലും ആയിട്ടിരിക്കുന്നതാണോന്ന് അറിയത്തില്ല കേട്ടോ. കുറച്ച് ബൈക്കൊക്കെ നമുക്ക് ഈ ഒരു ഏരിയയിൽ കാണാൻ പറ്റും. ബൈക്കുകൾ മാത്രമല്ല കുറച്ചധികം വണ്ടികൾ ഇവിടെ കാണാൻ പറ്റും. എനിക്ക് തോന്നുന്നു ഇവിടെയുള്ള ഓഫ് റോഡും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് വണ്ടി കേടായിട്ട് അങ്ങനെ ഉപേക്ഷിച്ചാണോ അപ്പോൾ കംപ്ലൈൻ്റ് ആയിട്ട് മാറ്റി വെച്ചേക്കുന്നതെന്ന് അറിയത്തില്ല. മൊത്തം തുരുമ്പൊക്കെ എടുത്ത് നമ്മുടെ പൊടിയൊക്കെ പിടിച്ചൊരു മൂലയിൽ ഇങ്ങനെ കൂട്ടി കൂട്ടി വെച്ചേക്കണം കേട്ടോ. വീട് പണിയാൻ വേണ്ടി സാധനങ്ങൾ കൊണ്ടുപോകാൻ വേണ്ടി ഉണ്ടാക്കിയതെന്ന് പലയാണിത്. ഇതിൽ കൂടെ അവിടം വരെ കൊണ്ടുപോകും. താഴെ ഒരു കേട്ടോ വെള്ളം ഒഴുകുന്നുണ്ട്. ഒരു പുതിയതായിട്ട് ഉണ്ടാക്കിയേക്കുന്നത് കേട്ടോ. ഇതെന്താ വെച്ചാൽ നമ്മളവിടെയൊക്കെ വീടിൻ്റെ മേൽക്കൂരി തേക്കുന്ന സമയത്ത് തേക്കുന്നതല്ല, നമ്മളെ ഇത് ഇടുമല്ലോ, സിമെൻറ്റ് ഇടുമല്ലോ, അന്നേരം അടിയിൽ വെക്കുമല്ലോ, ആ സാധനം ഇവിടെ വെച്ചേക്കുന്നവർ. എന്നിട്ട് അതിനകത്ത് പലക വെച്ച് എങ്ങനെ സെറ്റ് ചെയ്തേക്കുന്നത് കേട്ടോ. എല്ലാവരും ക്യാരറ്റും തിന്നുകൊണ്ടാണ് തിരിച്ച് നടന്നു പോകുന്നത് കേട്ടോ. നമ്മൾ വട്ടവട വന്നിട്ട് മിസ്സാവാത്ത സാധനം